ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്നൊന്നും പറയണില്ലടാ. വാടാ നമുക്ക് എന്താക്കാം, ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. എടാ പാർട്ട് 1 ഞാൻ എന്തെടുത്തു? ഞാൻ വെക്ടേഴ്സ് എന്താണെന്ന് എടുത്തു, സ്കേലാസ് എന്താണെന്ന് എടുത്തു, അതിൻ്റെ ബേസിക്സ് ഒക്കെ എടുത്തു. പാർട്ട് 2 ഞാൻ എന്തെടുത്തു? ഗ്രാഫിക്കൽ മെത്തേഡായ ട്രയാങ്കിൾ ലോ എടുത്തു, പാരലലോഗ്രാം ലോ എടുത്തു, അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസ് എടുത്തു, ഗ്രാഫിക്കൽ പ്രോബ്ലംസ് എടുത്തു. അതൊക്കെ നമ്മൾ പക്കാ ചെയ്തു. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന എന്തിലേക്കാ? അനലിറ്റിക്കൽ മെത്തേഡ്. അത് പാർട്ട് 2 എടുക്കേണ്ടതായിരുന്നു, ബട്ട് അത് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ പാർട്ട് 3 ആയിട്ട് എടുക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ആൻഡ് നമ്മൾ ഈ അനലിറ്റിക്കൽ മെത്തേഡിൽ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാ? അനലിറ്റിക്കൽ മെത്തേഡ് എന്താന്ന് പറയും. ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡിൽ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആൻഡ് അതെന്താന്ന് പറയും. അതിന് എന്തുണ്ട്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അതിന് ഡെറിവേഷൻസ് ഉണ്ട്. അതെന്തായാലും നമ്മൾ എന്താക്കും? ഒരുമിച്ചിരുന്ന് പഠിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകും, അത് ഉറപ്പാണ്. അത് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കും. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസ് നമ്മൾ ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ അതും നമ്മൾ ചെയ്യും. അതും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യും, അതും ഒരുമിച്ചിരുന്ന് പഠിക്കും. അതിനുശേഷം നമ്മൾ ഇത്രയേറെ പറഞ്ഞു എന്ത്? നമ്മൾ വെക്ടർ അഡിഷൻ പഠിച്ചു, വെക്ടർ സബ്സ്ട്രാക്ഷൻ പഠിച്ചു. ആൻഡ് അടുത്ത ടോപ്പിക്ക് വെക്ടറിൻ്റെ ആണെന്ത്? വെക്ടർ മാത്തമാറ്റിക്സിൽ വരുന്നതാണെന്ത്? വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. അത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, വെക്ടറിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ നോർമൽ മാത്തമാറ്റിക്സുമായിട്ട് കമ്പയറേ ചെയ്യരുത്. സോ നമ്മൾ ഇന്ന് വെക്ടറിൻ്റെ മാത്തമാറ്റിക്സ് ആയ വെക്ടർ അഡിഷനും കൂടി അല്ല വെക്ടർ മൾട്ടിപ്ലിക്കേഷനോടെയും ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കലോടും ചെയ്തിട്ട് നമ്മൾ എന്താക്കും? ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്തിട്ട് അടുത്ത പാർട്ട് 4 നമ്മൾ എന്താക്കും? പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കും. അതിൽ നിന്ന് വരുന്ന ഡെറിവേഷൻസ് നമ്മൾ വളരെ ട്രിക്ക് ഉപയോഗിച്ചിട്ട്, ഞാൻ കുറേ ബ്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സമയം പോക്കണില്ല കേട്ടോ. ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ കുറേ 3 ഇക്വേഷൻസ് ഉണ്ട്, അത് ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കും. അതിന് ശേഷം നമ്മൾ എന്താക്കും? അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കലോടും ചെയ്തിട്ട് നമ്മൾ ഈ പാഠം എന്താക്കും? എൻഡ് ചെയ്യും. സോ നമുക്ക് ഇന്ന് പോയി കൂടാ. എന്താടാ അനലിറ്റിക്കൽ മെത്തേഡ്? അനലിറ്റിക്കൽ മെത്തേഡ് എന്താണ്? അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഇത്രയും കഴിഞ്ഞ വീഡിയോയിലല്ല എന്താ ചെയ്തത്? നമ്മളൊരു വെക്ടർ വരച്ചു. വെക്ടർ എ സ്ഥിരമായിട്ട് ശില്പ് വരക്കുന്നത്. ആൻഡ് ഇതെന്താ? ഇതാണ് വെക്ടർ ബി. എന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു റിസൾട്ടിൽ കണ്ടേ? മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങോട്ട്. അപ്പോൾ റിസൾട്ടന്റ് എന്ത് കിട്ടും? ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്ന ഡയഗണലാണ് റിസൾട്ടന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് വെക്ടർ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതിന്റെ സമ്മല്ലേ ഇത്? ഇത്ര വരെ നമ്മൾ പഠിച്ചു. ഇത് പക്ക അല്ലേ? പക്കാണ്. ബട്ട് ഈ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റിന്റെ എന്ത്? മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കും. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നമ്മൾ അനലിറ്റിക്കലി കാണും. ഈ അനലിറ്റിക്കലി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കും? ഇത് കാണും. അതിനുള്ള ഇക്വേഷൻ ആണ് എന്ത് എന്ന് വെച്ചാൽ ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഈ വെക്ടർ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. ഇതുവരെ നിങ്ങൾക്ക് അറിയാലോ, ഇതുവരെ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഓ മൈ ഗോഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കണം. ഒന്നുമില്ല, വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിക്ക്, വെക്ടർ ബിയും നമുക്ക് തന്നിക്ക്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഇങ്ങനെ സൂചിപ്പിക്കാം. അല്ലെങ്കിൽ നോർമൽ ആറിട്ടാലും അത് മാഗ്നിറ്റ്യൂഡാണ്, നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? എ. ഇങ്ങനെ അടിയിൽ എന്ത് എഴുതുക? ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. വെക്ടർ ബി എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വെക്ടർ ബി എന്നായി. നിങ്ങളിങ്ങനെ വെക്ടർ ബി എന്നൊന്നും എഴുതണ്ടില്ല. ഇങ്ങനെ വെക്ടർ ബി എന്ന് ടീച്ചർമാരുടെ നോട്ട് പറയുമ്പോൾ ഇങ്ങനെ വെക്ടർ ബി എന്ന് എഴുതണ്ടില്ല. ഇങ്ങനെ ബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഏറോട്ട വെക്ടർ ബി ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? സോ ഇനി തീറ്റ എന്തുവാ? തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇത്ര മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങളോട് ചോദിക്കും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിള്. അതപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തും? മോഡുലസ് ഓഫ് ആർ അഥവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഈ എ സ്ക്വയർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്, ഈ ബി സ്ക്വയർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്.
എന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, ബിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, ഏത് രീതിക്ക് തന്നാലും നമുക്ക് ഇനി ചെയ്തുകൂടെ? ഇത്രയേ ഉള്ളൂ എന്ത് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. നിങ്ങൾ ഇതെന്താക്കണം, നിർബന്ധമായിട്ടും ബൈഹാർട്ട് പഠിക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ആംഗിൾ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതെന്താവും പക്കാവും. ഇത് മയക്കട്ടോ. എടാ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് പോയിക്കൂടെ? എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക്, ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് of the result. Find the magnitude of the resultant. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ എഴുതിയെടുക്കട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ടും കഴിയും. ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കേസിൽ ലാഗായിട്ടോ സ്പീഡ് കുറവായിട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1.5x 2x ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ സമയം ലാഭിക്കുക. യുവർ ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. സോ എന്താക്കുക, നിങ്ങൾ എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുകയായിരിക്കും. സോ വെറുതെ സമയം കളയണ്ട, എന്താക്കുക, എഴുതിയെടുക്കുക. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. ഗിവൺ എ ഈസ് ഈക്വൽ ടു ഒരു 6i ക്യാപ് ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 8j ക്യാപ്. ഇത്ര തന്നിട്ടുണ്ട്. നമ്മൾ ഈ അനലിറ്റിക്കൽ മെത്തേഡ് അറിയുന്നതിന് മുമ്പ് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയായിരുന്നു കാണുക? 6i ക്യാപ്പ് വരക്കും. 6i ക്യാപ്പ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ 6 യൂണിറ്റ്. ഇതാണ് 6i ക്യാപ്പ് വെക്ടർ. ഇത് കാണാത്തവരെന്താക്കുക, എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് അത് എങ്ങനെയാണ് വരക്കുക എന്നുള്ളത്. ആൻഡ് 8j ക്യാപ്പ് എങ്ങനെയാണ് വരക്കുക? ജെ ക്യാപ്പ് എന്ന് വെച്ചാൽ വൈ ഡയറക്ഷൻ, അതെന്താ, ഇതാണ് എന്ത് 8j ക്യാപ്പ്. ഇതെങ്ങനെയാണ് വരക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ, സെക്കൻഡ് പാർട്ട് കണ്ടിട്ട്. ഇതിനെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുക? ഇതിനെ നമ്മൾ പാരലലോഗ്രാം ലോ വെച്ചിട്ട് ഇങ്ങനെ ടക് 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 നമ്മൾ രണ്ട് സൈഡ് യോജിപ്പിച്ചു. ആൻഡ് അതിന്റെ സെയിം പോയിന്റിൽ നിന്നും എന്ത് വരക്കും, ഡയഗണൽ വരക്കും. ഇതാണ് എന്ത്, ഇതിന്റെ റിസൾട്ടന്റ് ആയ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയ റിസൾട്ടന്റ്. ഇതുവരെ പക്കാണോ? ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. സോ അപ്പോൾ നമുക്ക് എന്തറിയില്ല, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് അറിയില്ല. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എങ്ങനെ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു 6i ക്യാപ്പ് പ്ലസ് 8j ക്യാപ്പ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. ബട്ട് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അനലിറ്റിക്കലി കാണണം. അതെങ്ങനെയാ കാണുക? അതാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളോട് ചോദിച്ചെന്താ, മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചത്. അത് കാണാൻ ഇക്വേഷൻ എന്നാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ആർ എന്നിടാം, അല്ലെങ്കിൽ നോർമലി ആർ എന്നിടാം. ഞാൻ അതൊക്കെ റെപ്രസെന്റ് ചെയ്യാന്ന് ഫസ്റ്റ് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞു. അത് കാണാത്തവർ ഫസ്റ്റ് വീഡിയോ പോയി കാണാം. a² പ്ലസ് b² പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ എ എത്രയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എത്രയാ? 6. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എത്രയാ? 8. 6 എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ഷനും അല്ലേ? 8. ഇതുവരെ അറിയാം. തീറ്റ എത്രയാ? ഇത് നമുക്ക് കറക്റ്റ് തന്നിക്ക്, ഐ ക്യാപ്പ് ഡയറക്ഷനിലും ജെ ക്യാപ്പ് ഡയറക്ഷനിലും. അങ്ങനെയാണ് തീറ്റ എത്രയാ? 90 ഡിഗ്രി അല്ലേ? കാരണം ഇത് 6i ഇങ്ങോട്ടും 8j ഇങ്ങോട്ടും ആണെങ്കിൽ എത്രയാ? തീറ്റ എത്രയാ? 90 ഡിഗ്രി അല്ലേ? ഓക്കെ, തീറ്റ 90 ഡിഗ്രി തന്നിക്ക്. സോ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ബാക്കി റിസൾട്ടന്റ് അത് ഇട്ട് കൊടുത്താൽ പോരെ. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു, ഓ മൈ ഗോഡ്, നമുക്ക് എത്ര അറിയാം? ഒക്കെ തന്നിട്ടുണ്ട്. ആറ് സ്ക്വയർ പ്ലസ് b² എന്ന് വെച്ചാൽ 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാ? 6, ബി എത്രയാ? 8 ആൻഡ് ഇൻറ്റു കോസ് എത്രയാ? കോസ് 90. സോൾവ് ചെയ്യുക. ഇത് ജസ്റ്റ് ബാക്കി സിമ്പിൾ മാത്തമാറ്റിക്സ് ബാക്കി എന്താ? 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64, 2 ഇൻറ്റു 6 ഇൻറ്റു 8 ഇൻറ്റു കോസ് 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? കോസ് 0 1, കോസ് 90 0, സൈൻ 0 0, സൈൻ 90 1, കോസ് 0 1, കോസ് 90 0. ഇത് മൊത്തം പക്ക. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട സാധനം. യാത് രക്കോ സൈൻ 0 0, കോസ് 0 1, സൈൻ 90 1, കോസ് 90 0. ഇതൊന്നും ഓർമ്മിച്ച് നോക്കാം. അപ്പോൾ കോസ് 90 എന്താ? 0. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം 0 ആയി പോകില്ല. കാരണം ഇത്രയും ടേമിന് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു എന്നൊക്കെ എഴുതിയതിനു ശേഷം ലാസ്റ്റ് ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ എന്താ? മൊത്തം ടേം 0 ആയില്ല. ഇൻറ്റു 0 എത്ര? 1 ഇൻറ്റു 0 0, 2 ഇൻറ്റു 0 0. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോലെ. അപ്പോൾ ഇത്രയും ടേം 0 ആയിപ്പോയി. അപ്പോൾ എത്രയാണ് ബാക്കിയുള്ളത്? റൂട്ട് 36 പ്ലസ് 64. 36 പ്ലസ് 64 എന്ന് വെച്ചാൽ എത്ര കിട്ടും? റൂട്ട് 100. റൂട്ട് 100 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് എത്രയാ? 10.
സിമ്പിൾ. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് റിസൾട്ടന്റിന്റെ എന്തിന്റെ A+Bന്റെ മാഗ്നിറ്റ്യൂഡ് A തന്നു, 8 അത് B തന്നു. അതിൽ നിന്ന് നമ്മൾ ഇത് അനലിറ്റിക്കലി നമ്മൾ ചെയ്തു. ഇത്രയേ ഉള്ളൂടാ എന്ത് അനലിറ്റിക്കൽ മെത്തേഡ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടിയും പോകുമ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എഴുതിയെടുക്കട്ടോ, വെറുതെ ഉഴപ്പി. ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിർത്താണ്ട് ഇത് ചെയ്താലില്ലേ, നിങ്ങളിങ്ങനെ കണ്ടിരുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഇതിങ്ങനെയാണ് മെത്തേഡ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്തതൂടി ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി resultant. Find the magnitude of the resultant from following figure. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക? റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. 1ാമത്തെ ചിത്രം നമുക്ക് എന്താക്കാം, ഇത് 6. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 6. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അടുത്ത വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 8. വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 8. ബട്ട് ഡയറക്ഷൻ എങ്ങോട്ടാ? ജേക്കബ് ഡയറക്ഷൻ്റെ അകത്തല്ല, ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാ. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. ഓക്കെ ആണോ? അടുത്ത 2ാമത്തെ ഫിഗർ. ഇതേപോലെ തന്നെ വെക്ടർ എ എത്രയാ? വെക്ടർ എ 6 ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ ആണോ? ആൻഡ് വെക്ടർ ബി അതെത്രയാ? മാഗ്നിറ്റ്യൂഡ് 8 ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, മേക്കിംഗ് ആംഗിൾ 30 ഡിഗ്രി. ഇത് നിങ്ങൾ ചെയ്യും എപ്പോഴും. HW ഹോംവർക്ക് ആയിട്ടല്ല, ഇതെന്താക്കുക, ഇത് കമന്റ് ചെയ്യുക. ആൻഡ് ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുക. ഇതിന്റെ റിസൾട്ടന്റ് കാണാൻ ഇക്വേഷൻ R = √A² + B² + 2AB cos θ. വേറൊന്നുമില്ല. ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ റിസൾട്ടന്റ് കാണാനാ ചോദിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ റിസൾട്ടന്റ് എന്താ? വെക്ടർ A+B കാണാനാ ചോദിച്ചത്. ഇതിന്റെ സമ്മിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് AB cos θ ഒക്കെ റൂട്ടിന്റെ ഉള്ളിൽ. A² എത്രയാ? 6², B² എത്രയാ? 8², 2 × A × B അല്ല 2 × RA × ബിന്റെ സ്ഥാനത്ത് എത്രയാ? 8 അല്ലേ? ഇതവിടെ A തന്നിട്ടുണ്ട്, A എത്രയാ? 6, B തന്നിട്ടുണ്ട്, B എത്രയാ? 8. നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അവിടെ ആവശ്യമുള്ളൂ, അതിന്റെ ഡയറക്ഷൻ ആവശ്യമില്ല. ആൻഡ് എന്റെ ബിന്റെ സ്ഥാനത്ത് ഒക്കെ എന്താക്കി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കോസ് തീറ്റേന്റെ സ്ഥാനത്ത് എത്രയാ? കോസ് 60. ഈ തീറ്റേന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി കൊടുക്കണം. അതുകൊണ്ട് 60 കൊടുത്തു. ആൻഡ് കോസ് 60 എന്ന് വെച്ചാൽ എത്രയാ? കോസ് 60ന്റെ വാല്യൂ ഒക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി കാണാം. അത് മാത്തമാറ്റിക്കൽ ട്രിക്സ് എന്ന് പറഞ്ഞൊരു 12 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കോസ് 60 എന്ന് വെച്ചാൽ 1/2 30 60 30 40 60 1/2. ഓക്കെ, 1/2 പക്കായല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി വാല്യൂ കൊടുത്താൽ പോരെ? 6² എത്രയാ? 36 + 8² എത്രയാ? 64 + 2 × 6 × 8 × 1/2. അപ്പോൾ ഇത് 1/2ഉം 1/2ഉം വെട്ടിപ്പോയി. അപ്പോൾ എന്താ? 36, അതും 100 + 6 48. അപ്പോൾ എത്ര √148 കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്ത് ഇതിന്റെ കാണുന്നത്? ഇതിന്റെ എത്രയാ? നിങ്ങൾ കണ്ടോ? പോസി സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ചെയ്താ പോസി എടാ കള്ളന്മാരെ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്ക്, എന്നിട്ട് ഇതിലേക്ക് വരാം. ഇതാ ഇതൊന്നുമില്ല. R = √A² എത്രയാ? 6² 36 + B² എത്രയാ? 64 + 2 × 6 × 8 × cos 30 എന്ന് വെച്ചാൽ എത്രയാ? cos 30 എത്രയാ? √3/2. cos 30 √3/2. സോ ഇതെന്താ? ഈ 2 വെട്ടിപ്പോയി. അപ്പം എത്രയാവും? 100 + 6 48 40 √3. ഇതെന്താക്കുക? കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് എന്താവും? ഒരു വാല്യൂ കിട്ടും. അതിവിടെ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്താടാ അനലിറ്റിക്കൽ മെത്തേഡ്? ഇത്രയും സിമ്പിളാ. അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന റിസൾട്ടന്റ് ഇല്ലേ, ഈ കാണുന്ന റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ വെക്ടർ എയും തന്നു, നമുക്ക് വെക്ടർ ബിയും തന്നു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A+B ഇതല്ലേ റിസൾട്ടന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? √A² + B² +
2ab cos θ. മനസ്സിലായോടാ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാൻ എന്ത് ഈ ഇക്വേഷൻ. അതേ സ്ഥാനത്ത് ഏത് വെക്ടർ എയും തന്നു വെക്ടർ ബിയും തന്നു, a മൈനസ് ബി. അതും ഒരു റിസൾട്ടൻ്റ് ആണല്ലോ. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ടൻ്റ് ആണല്ലോ a മൈനസ് ബി. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ നിങ്ങൾ? ഇതെന്താക്കുക, മൈനസ് ആക്കി കൊടുക്കുക. ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മൈനസ് ആക്കണ്ട, ഇവിടെ പ്ലസ് ഒക്കെ തന്നെ ഇതെന്താക്കുക, മൈനസ് ആക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോ. ഇഫ് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. ഇഫ് ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ റൂട്ട് ഓഫ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇത്രയേ ഉള്ളൂ. ആകെ ഒരു മൈനസ് ഈ ഇവിടെ വരുന്നേ ഉള്ളൂ. ഇതാണ് എന്ത്, ഇതാണ് പറയാൻ വിട്ടുപോയ കാര്യം. ഇത്രയേ ഉള്ളൂ. എന്താ ഇതെന്താക്ക എ മൈനസ് ബി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവില്ലേ, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റേന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിസൾട്ടന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്തിലേക്കാ പോകുന്നത്? ഇനിയാണ് മക്കളെ വില്ലാളി വീരനായ ആര് വരാൻ പോകുന്നത്? ആര്? ഡെറിവേഷൻ കുട്ടപ്പൻ വരാൻ പോകുന്നത്. ഈ ഡെറിവേഷൻ നമ്മൾ എന്താക്കൂടാ, ഇതിന്റെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷൻ ഒക്കെ +1 എത്തുമ്പോൾ എന്തുണ്ടാവും? ഡെറിവേഷൻസ് ഉണ്ടാവും. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കണം. ബട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാ. അതിലേക്ക് പോയി കൊടുറാ. എടാ നമുക്ക് ഇനി എന്താക്കാം, ഡെറിവേഷൻ്റെ അകത്തേക്ക് പോവാം. ഈ ഡെറിവേഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദിക്കുകയും ചെയ്യും. ഇത് പല ആൾക്കാർക്കും എന്താ ഡിഫിക്കൽട്ടായിട്ടും തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓർമ്മയിൽ നിൽക്കാത്തൊരു സാധനമാണ് എന്ത്, ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ എങ്ങനെ പഠിക്കണം? ഞാൻ എപ്പോഴും പറയും പോലെ എഴുതി തഴഞ്ഞ് തന്നെ നമ്മൾ എന്താക്കണം, ഈ ഡെറിവേഷൻ പഠിക്കണം. എന്നാൽ മാത്രമേ എക്സാം ഹാളിൽ ഫ്ലോക്ക് ചെയ്യാൻ പറ്റൂ. ഇനി നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി പ്ലസ് എഴുതിയും പഠിച്ചു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സാമിൻ്റെ തലേന്നൊക്കെ ഒന്ന് നോക്കി പോകേണ്ട രീതിയിലേക്ക് നമുക്ക് മാറ്റി വരുത്താം. എങ്ങനെ? കാരണം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, അത് എഴുതി പഠിക്കുകയും കൂടി ചെയ്താൽ പെർഫെക്റ്റ് ആവില്ലേ? ഇനി നമുക്ക് എന്താക്കാം, ഇതിലേക്ക് പോവാം. ഇങ്ങനെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇങ്ങനൊന്നും അല്ല ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരും എങ്ങനെയാണ്? ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും അല്ല ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരും എങ്ങനെയാണ്? Find the magnitude and the direction of two vectors a and b in terms of their magnitude and the angle between them. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് ഉദ്ദേശിച്ചത് ഇതിനെയാണ് എന്ന് മനസ്സിലാക്കണം. അത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ, അതാണ് ഈ തീറ്റ. ആൻഡ് in terms of their magnitude a and b, അതിന്റെ find the magnitude of the direction of two vectors in terms of, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ ഇതിൽ നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡെറിവേഷൻ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ആൻസർ നോക്കി എഴുതി ആ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ട് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിൽ നമുക്ക് ഡിറൈവ് ചെയ്യണമല്ലോ, ഈ ഇക്വേഷനിലേക്ക് എത്തണമല്ലോ. അതിന് എന്തൊക്കെ വേണം നമ്മൾ തന്നെ എഴുതാം. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ലെറ്റ് us കൺസിഡർ എന്ത് കൺസിഡർ ചെയ്യണം? ടു വെക്ടേഴ്സ്. എന്ത് വെക്ടേഴ്സ്? ലെറ്റ് us കൺസിഡർ ടു വെക്ടേഴ്സ്. നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാ. നമ്മളുടെ അടുത്ത് ഒരു ഡാറ്റയും ഇല്ല, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാ. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ എത്താൻ പോവാ. നമുക്ക് ആ ഇക്വേഷൻ അറിയില്ല, അങ്ങനെ റിസൾട്ടൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതാണ്. ബട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുന്നതാണ് എന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാ, നമ്മൾ ഡിറൈവ് ചെയ്യാൻ. ലെറ്റ് us കൺസിഡർ ടു വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ആൻഡ് angle between them are എന്താ? തീറ്റ. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെന്നും ഈ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആണെന്നും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ. ഇനി ഈ ഡെറിവേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ അറിയോ? ഫിഗർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഏത് ഡെറിവേഷനും ഫിഗറുള്ള ഡെറിവേഷൻ ആണ്. ഫിഗർ നമ്മൾ വൃത്തിക്ക് ആൻസർ ഷീറ്റിൽ വരച്ചിരിക്കണം. എന്നാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുള്ളൂ. അല്ല, എന്നാൽ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിഗർ വരച്ചിട്ട് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കില്ല. ബട്ട് നമ്മൾ ഫിഗറൊക്കെ വൃത്തിക്ക് വരച്ച് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. നമ്മൾ എന്തൊക്കെ ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ വരക്കാം. വെക്ടർ എ വരച്ചു നമ്മൾ. ഇത് വെക്ടർ എ വരച്ചു. കുറച്ചുകൂടി വലുതാക്കി വരക്കാം, നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഇതാണ് നമ്മളെടുത്ത വെക്ടർ എ. ഇതാണ് നമ്മൾ വരക്കാൻ പോകുന്ന വെക്ടർ ബി. ഇതുവരെ പക്കാണോ? ആംഗിൾ ബിറ്റ്വീൻ ദം ആർ തീറ്റ. ഇത്ര മാത്രം പക്കാണല്ലോ. നമുക്ക് എന്താ കാണേണ്ടത്? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ല കാണേണ്ടത്. സോ ഇതെന്താക്കുക, നമ്മൾ എന്താക്കുക, റിസൾട്ടന്റ് എങ്ങനെയാണ് കാണുക? പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് റിസൾട്ടന്റ് കിട്ടുക.
ഇതാണ് ഇതിൻ്റെ പാരലലോഗ്രാം കംപ്ലീറ്റ്. ഇതിൻ്റെ ഈ സെയിം പോയിന്റ് എന്ന് വരക്കുന്ന ഡയഗണലാണ് എന്ത്? റിസൾട്ടൻ്റായ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി നമ്മൾ എന്ത് എഴുതുക? ഇത് എഴുതിയതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് വരക്കുക? റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് വെക്ടർ ബി. ഇതുവരെ പക്ക അല്ലേ? ഇതുവരെ നമ്മൾ ഇത്രയും പഠിച്ചല്ലേ ചെയ്തത്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇക്വേഷനിനകത്തേക്ക് എത്തുക വേണ്ടത്, ഡെറിവേഷൻ്റെ അകത്ത്. അതെങ്ങനെയാണ് നമ്മൾ എത്തുക? ആദ്യം നമ്മൾ ഈ ഫിഗറിൽ നിന്നും നമുക്ക് എന്താക്കണം? ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. സോ ഈ ഫിഗറിൽ നിന്ന് 2 ത്രികോണമാക്കി മാറ്റിയിട്ട് ആ ത്രികോണം തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടിൽ എത്തുന്നതെന്ന് മനസ്സിലാക്കാതെ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ. ഈ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ തന്നെയായിരിക്കും ഈ തീറ്റ. അത് പാരലലോഗ്രാമിൻ്റെ എന്താണ് കണ്ടീഷനാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഏത് ആംഗിള്? ഈ ആംഗിളും സെയിം ആയിരിക്കും. അത് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? സെയിം ആയിരിക്കും. ആൻഡ് ഈ ട്രയാങ്കിൾ നമ്മൾ എന്താക്കുക? ഒരു പേര് കൊടുക്കുക. എന്താ പേര്? ശില്പക്കുട്ടൊന്നും അല്ല കേട്ടോ. പേര് കൊടുക്കണ്ടേ? നമ്മൾ മറ്റേ ട്രയാങ്കിളിനൊക്കെ പേര് കൊടുക്കില്ല. അതുപോലെ തന്നെ PQRST ഇങ്ങനെ പേര് കൊടുത്ത്. ഇതുവരെ പക്ക അല്ലേ? ഇനി നമ്മൾ ട്രയാങ്കിളിൽ നിന്നും ഇങ്ങനത്തെ ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? QTS എന്ന് വെച്ചാൽ ഇതിനൊന്ന് മാറ്റി വരക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിട്ട് മാറ്റി വരക്കുന്നുള്ളൂ. ഇത് തീറ്റ, ഇത് Q, ഇത് T, ഇത് S. ഓക്കെ അല്ലേ? ഈ സാധനത്തിന് ഇവിടുന്ന് മുതൽ ഇവിടുത്തുള്ള ലെങ്ത്തിനെ നമ്മൾ എന്തെടുത്തു? X എന്നെടുത്തു. ഇവിടുന്ന് മുതലുള്ള ഇവിടുത്തോളം ലെങ്ത്തിനെ നമ്മൾ എന്തെടുത്തു? Y എന്നെടുത്തു. ഫിഗർ വൃത്തിക്ക് വരക്കണം കേട്ടോ. Y എന്നെടുത്തു. നമ്മൾ ഇനി അടുത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് Y-ഉം ഇത് X-ഉം ആണെന്ന് നമുക്ക് കിട്ടി. അത് ഞാൻ മാറ്റി ഇങ്ങോട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ കോസ് തീറ്റ എന്താ? കോസ് തീറ്റ എന്ന് വെച്ചാൽ സമീപ വശം ബൈ ഹൈപ്പോട്ടിനൂസ് എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്താ? X. ഹൈപ്പോട്ടിനൂസ് എന്താ? ഈ വെക്ടർ എന്നല്ലേ? ഇത് പാരലലി ഷിഫ്റ്റ് ചെയ്താലല്ലേ ഇത് കിട്ടുക? ഈ വെക്ടർ എന്നല്ലേ ഈ വെക്ടറും. സോ ഈ വെക്ടർ ബി. ഇതൊക്കെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ x/b. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്താ? b cos തീറ്റ. അവിടെ വെക്കുക. ഈ കേസിൽ സൈൻ തീറ്റ എന്താ? ഈ ട്രയാങ്കിളിൽ സൈൻ തീറ്റ എതിർവശം ബൈ കർണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനൂസ് എന്താ? ബി. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്താ? b സൈൻ തീറ്റ. ഇത് രണ്ടും അവിടെ വെക്കുക. പക്ക അല്ലേ? ഇതെന്താ ചെയ്തത്? ഈ സാധനം നമുക്ക് എന്ത് കിട്ടി? X. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സാധനം റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പറഞ്ഞില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഈ ടേം തീറ്റേന്റെ ടേം എന്തായിരിക്കും? b cos തീറ്റ ആയിരിക്കും. ഈ തീറ്റേന്റെ അല്ലാത്ത അപ്പത്തെ ടേം എന്തായിരിക്കും? p സൈൻ തീറ്റ ആയിരിക്കും. അത്ര തന്നെ. നമ്മളത് ഒന്നുകൂടിയും കണ്ടുപിടിച്ചെന്ന് മാത്രം. ഇത്രയും സാധനം കണ്ടുവെച്ചല്ലോ, അവിടെ വെക്കുക. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന അറിയാമോ? ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിളിലെ അഥവാ ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ PST എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അത് ഞാൻ മാറ്റി വരച്ചതാട്ടോ. ഇതെന്താ വരിക? ഈ സൈഡ് ഇവിടുത്തോളം വരെ A, ഇത് b cos തീറ്റ. അപ്പൊ ഇവിടെ എന്താ വരിക? A plus b cos തീറ്റ അല്ലേ വരിക? അല്ലേ? ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ A, ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ b cos തീറ്റ. ഈ സൈഡ് എന്താ വരിക? b sin തീറ്റ തന്നെ. പക്ക അല്ലേ? ഇതുവരെ പക്ക ആണ്. അപ്പൊ ഇവിടെ എഴുതാം. ഇതൊക്കെ നിങ്ങൾ മാറ്റി വരച്ചാടെ വെച്ചാൽ ഇതൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കൂടാ. സോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഇൻ ട്രയാങ്കിൾ ഏതാ? PST എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ നമ്മൾ എന്തുപയോഗിക്കുക? പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുക. പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത് അറിയില്ല. ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ സൈഡ് A, ഈ സൈഡ് B, ഈ സൈഡ് C ആണെങ്കിൽ C² ഈസ് ഈക്വൽ ടു A² പ്ലസ് B² എന്ന് വെച്ചാൽ ബേസും ഇതില്ലേ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ സ്ക്വയർ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ C ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ഇതല്ലേ? ഇതാണ് പൈത്തഗോറസ് സിദ്ധാന്തം പറയുന്നത്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ റിസൾട്ടന്റ് ഇതാണ് ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ്. ഈ സിക്ക് വരും ഇവിടെ എന്താ? റിസൾട്ടന്റ് അഥവാ R ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് ഈ എൻ്റെ സ്ഥാനത്ത് എന്താ എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി, ഈ എൻ്റെ സ്ഥാനത്ത് ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഈ ബീൻ്റെ സ്ഥാനത്ത് എന്താ ബി സൈൻ തീറ്റ ബട്ട് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ. ഇതുവരെ പക്കാണോ? ഞാൻ മയക്കാട്ടോ, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടിട്ട് ഞാൻ മയക്കാട്ടോ. എവിടെ മയക്ക? ഇത്ര സാധനം നിങ്ങൾ എഴുതിയെടുത്തില്ലേ, ഇത് മയക്കാട്ടോ. ഇത്രയും സാധനം, അയ്യോ ഇത് മായ്ച്ചാൽ ശരിയാവില്ലല്ലോ. അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഈ ഫിഗർ മയക്കണില്ല. ഇത്ര വരെ ആയല്ലോ. ബി കോസ് തീറ്റ എ സ്ക്വയർ പ്ലസ് ബി, ഈ സാധനം കിട്ടി. ഓക്കെ, ഇനി റിസൾട്ടൻ്റ് ഇതിൻ്റെ ബാക്കി ചെയ്യുന്ന കേട്ടോ. ഈസ് ഈക്വൽ ടു ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതറിയാലോ. അതുപോലെ റിസൾട്ടൻ്റ് റൂട്ട് ഓഫ് ഇവിടെ എന്താ ഉള്ളത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം പോലെ അല്ല ഉള്ളത്. ഇത് മൊത്തത്തിൽ എ, ഇത് മൊത്തത്തിൽ ബി എന്ന് കൂട്ടുന്നതിൻ്റെ തൊട്ട് ഇത് വെക്ടർ എയും ബി അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലാണല്ലോ ഉള്ളത്. ഇത് എക്സ്, ഇത് വൈ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണുള്ളത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തോ. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം എന്താ ഇവിടെ വെറും എ, ഈ എക്സിന് പകരം എന്താ ഈ എ, ആൻഡ് വൈക്ക് പകരം എന്താ ബി കോസ് തീറ്റ പ്ലസ് ഒരു സാധനം കൂടി വരുമല്ലോ, ഈ വൈ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ഈ ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഒന്നും മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ എന്താക്കി, ഈ എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ എന്തായി കൺസിഡർ ചെയ്തു? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ എക്സിൻ്റെ ഭാഗത്ത് എ, ഈ വൈൻ്റെ ഭാഗത്ത് ബി കോസ് തീറ്റ. ഇത് മനസ്സിലായോ? നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് 2, ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെ എന്താക്കുക, ഈ എൻ്റെയും ബിൻ്റെയും ടേമിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയർ, 2xyൻ്റെ സ്ഥാനത്ത് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എ, ആൻഡ് വൈൻ്റെ സ്ഥാനത്ത് എന്താ ബി കോസ് തീറ്റ ഇൻറ്റു ബി സ്ക്വയർ തീറ്റ. ഇത്രയും സാധനം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് എന്താ വരിക? ഈ ബി സൈൻ തീറ്റേൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? ഈ ബി സൈൻ തീറ്റേൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതാ ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതിൻ്റെ ഉള്ളിൽ എന്താക്കി നമ്മൾ സ്ക്വയർ ചെയ്തു. അതുവരെ പക്കായല്ലോ. ഈ റിസൾട്ടൻറ്റിൻ്റെ ബാക്കി ഇക്വേഷനിലേക്കാണ് പോകുന്നത്. ആർ ഈസ് ഈക്വൽ ടു, കാരണം നമുക്ക് എത്തിപ്പെടേണ്ടതാ ഈ ടേമിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമുക്ക് വേണ്ട, നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടേ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് നേരത്തെ നമ്മൾ എന്താക്കി ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്തു? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ബി കോസ് തീറ്റ എന്താ ഹോൾ സ്ക്വയർ എന്താ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അതിനെ നമ്മൾ എന്താക്കി ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാക്കി. ഇത് പക്കല്ലേ? അവിടെ വെക്കുക. ഇതെന്താ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്കൊരു ടേം അറിഞ്ഞിരിക്കാനായിട്ടുണ്ട്. എന്താ ആ ടേം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ്, ഇതൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇത് എന്ത് തീറ്റേൻ്റെ വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 എത്രയാ? അത് 1 ആണ്. സൈൻ സ്ക്വയർ 60 പ്ലസ് കോസ് സ്ക്വയർ 60 എത്രയാ? അത് 1 ആണ്. അത് നിങ്ങൾ ഏത് വാല്യൂ തീറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടുക എത്രയാ? 1 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്ക്. അതൊരു ഐഡന്റിറ്റിയാണ്. അതിൻ്റെ ഞാൻ എന്താക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താക്കാം ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം, നിങ്ങൾ എന്തായാലും പോയി കാണാം. സോ എന്തായി നമ്മൾ ഇത് ചെയ്തു. ഇതെന്താക്കുക, ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. നമ്മൾ ഈ റിസൾട്ടൻറ്റിനെ മാറ്റാൻ പോവാട്ടോ. പേടിക്കൊന്നും വേണ്ട. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് എന്തെടുത്തു.
ഈ രണ്ട് സാധനത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തെടുത്തൂടെ? കാരണം രണ്ട് സാധനത്തിലും കോമൺ ആയിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണുള്ളത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെയല്ലേ ഉള്ളത്. നമുക്ക് ഇതിലേക്ക് എത്തുക വേണ്ടത്. സോ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള സാധനത്തിനെ പുറത്തെടുത്തു. ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. പി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിനെ സിമ്പിൾ ചെയ്ത് ഈ ടേം എന്താ? ഈ ടേം നമ്മൾ 1 ഓൾറെഡി പഠിച്ചു. 1 ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ ഈ ടേം 1 ആയി എന്ന് വെച്ചാൽ ഇതെന്താ? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1. ബി സ്ക്വയർ ഇൻറ്റു 1 ആവും. അത് എത്രയാ? ബി സ്ക്വയർ തന്നെ. ഇതിനൊന്നുകൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ഇതിന് ബീനെ കുറച്ച് ഇപ്പുറം കൊണ്ടുവന്ന് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. നമ്മൾ ഡിറൈവ് ചെയ്തില്ലേ? നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടിയില്ലേ? സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. എന്താ ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും. ബട്ട് നിങ്ങൾ എന്താക്കുക, ഇതിൽ എന്തൊക്കെ ടേം എവിടെയൊക്കെ വരുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഞാൻ ഒന്നുകൂടി പറയാം എന്തൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആർ ഈസ് ഈക്വൽ ടു ഇത് മയക്കട്ടെ. ഇത് നിങ്ങൾ എഴുതിയെടുക്കട്ടോ. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എടാ നമുക്ക് എന്താക്കാം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പക്കാ പെർഫെക്റ്റ് ആണ്. നമ്മൾ ആദ്യം എന്ത് എഴുതുക? ആൻസർ എന്നൊക്കെ എഴുതിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ നേടിയെടുക്കുക. ഇങ്ങനെ ലെറ്റസ് കൺസിഡർ അത് എഴുതുക. അത് ഞാൻ പറഞ്ഞ സാധനം അത് പക്ക എഴുതുക. എന്നിട്ട് എന്താക്കാം? പക്കാ ഫിഗർ വരക്കാം. ആ ഫിഗർ എന്താ? ഇത് വെക്ടർ എ എന്ന് പറഞ്ഞ ഫിഗർ, ഇത് വെക്ടർ എ എന്ന് പറഞ്ഞ ഫിഗർ, ഇത് വെക്ടർ ബി എന്ന് പറഞ്ഞ ഫിഗർ. അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ തീറ്റ. ഇത് മനസ്സിലായല്ലോ? ഇതെന്താക്കി നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഈ ഫിഗർ മറ്റേ നോക്കി വരക്കട്ടോ. അതിന് റിസൾട്ടന്റ് വരച്ചു. പക്കായല്ലോ? ഈ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമ്മൾ എഴുതി. അതും പക്കായല്ലോ? പക്ക. അതിനുശേഷം നമുക്ക് എന്താക്കണം? ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് റിസൾട്ടന്റ് കിട്ടുക എന്ന് മനസ്സിലാക്കി ആദ്യം രണ്ട് ഇങ്ങനെ മനസ്സ് കൊടുക്കുക. ആദ്യം രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലാണ് റിസൾട്ട് കൊടുക്കുക. ഇത് മാത്രം ബൈ ഹാർട്ടാക്കുക. എന്ത്? ആദ്യം രണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് റിസൾട്ട് കിട്ടുകയെന്ന് ബൈ ഹാർട്ടാക്കുക. സോ അതെന്താക്കണം? നമ്മൾ രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യേണ്ടിയിട്ട് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താക്കുക? പേരിടൽ ചടങ്ങാണ്. PQRST എന്ന് പേരിട്ടു. എജ്ജാതി പേര് PQRST എന്ന് മൊത്തം പേരിട്ടു. അതിനുശേഷം നമ്മൾ ഈ സാധനം എക്സ്, ഈ സാധനം വൈ എന്ന് കൺസിഡർ ചെയ്തു. ആൻഡ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കുഞ്ഞ് ട്രയാങ്കിളിനെ നമ്മൾ എന്താക്കണം? കുഞ്ഞ് ട്രയാങ്കിളിൽ നിന്നും നമ്മൾ എക്സും വൈയും കാണണമെന്ന് മനസ്സിൽ കൊടുക്കുക. ആകെ അതാ ബൈഹാർട്ട് പഠിക്കേണ്ടത്. ആദ്യം ബൈഹാർട്ട് പഠിക്കേണ്ടത് എന്താ? ഇങ്ങനെ വരക്കണം, രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യണം. പിന്നെ ആദ്യം കുഞ്ഞ് ട്രയാങ്കിൾ, പിന്നെ വലിയ ട്രയാങ്കിൾ. ഇത്ര മാത്രം ബൈഹാർട്ട് പഠിക്കുക. ആദ്യം കുഞ്ഞ് ട്രയാങ്കിൾ. ഏതാ കുഞ്ഞ് ട്രയാങ്കിൾ? QTS നിന്നും എന്ത് കണ്ടുപിടിച്ചു? എക്സും കണ്ടുപിടിച്ചു, വൈയും കണ്ടുപിടിച്ചു. എക്സ് എന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ ടേം ആയതുകൊണ്ട് ഈ സാധനം ബി ആയതുകൊണ്ട് ഈ സാധനം ബി ആയിരിക്കും. കാരണം പാരലലി ഷിഫ്റ്റ് ചെയ്താലല്ലേ നമുക്ക് ഈ സൈഡ് കിട്ടുക. അപ്പം ബി കോസ് തീറ്റ എന്ന് കിട്ടി, വൈ ബി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? നല്ലൊരു കള്ളിയിലൊക്കെ ആക്കി പക്കാക്കി വെച്ചു. ഇതുവരെ സെറ്റല്ലേ? പക്ക ഇതുവരെ സെറ്റാ. ഇനിയിപ്പോൾ കുഞ്ഞ് ട്രയാങ്കിൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. സോ ആ വലിയ ട്രയാങ്കിൾ ഏതാ? ഈ വലിയ ട്രയാങ്കിൾ ഏതാണ്? ഈ സാധനമാണ് ഈ വലിയ ട്രയാങ്കിൾ. ഈ സാധനം ഈ PST എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിൾ കണ്ടുപിടിച്ചു. ഈ ട്രയാങ്കിൾ നമ്മൾ വലിയ ട്രയാങ്കിളിൽ എന്തൊരു പ്രത്യേകത ഉണ്ട്? അതിൽ പൈത്തഗോറസ് ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഈ സാധനം എന്താ? ഈ സാധനമാണ് 6. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ. ഇത് വെച്ചാൽ എന്താ? എ പ്ലസ് ഈ വെക്ടർ എ പ്ലസ് ഇവിടുത്തെ വരെ വെക്ടർ എ. ഈ സാധനം എന്താ? കോസ് തീറ്റ. അപ്പോൾ എന്താ? എ പ്ലസ് ബി കോസ് തീറ്റ എന്നാണ് ഈ സാധനം. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ പ്ലസ് പിന്നെ ബി ഈ സാധനം എന്താ? ബി സൈൻ തീറ്റ മാത്രം. ഈ രണ്ടിൻ്റെ സ്ക്വയറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കിട്ടിയത്. പിന്നെ എ പ്ലസ് ബി കോസ് തീറ്റനെ നമ്മൾ എന്താക്കണോ? സ്ക്വയറിനാ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിക്ക് അതിനെ എന്താക്കി? എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ബീനെ എന്താക്കി? ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാക്കി. ഇത്ര മാത്രം ചെയ്തതിന് ശേഷം നമ്മുടെ മൈൻഡിലേക്ക് ആകെ വേണ്ട സാധനം എന്താ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതും പിന്നെ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ രണ്ട് മാത്തമാറ്റിക്കൽ
ഡിങ്കോൾഫീസിനെ നമുക്ക് എന്താക്കണോ മൈൻഡിൽ കൊണ്ടുവരണം. ഇത്രയും കാര്യം മൈൻഡിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ്റ് ആയ ഇക്വേഷൻ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഡെറിവേഷൻ്റെ അകത്ത് എന്തൊക്കെ ആലോചിക്കണം ഞാൻ പക്കാ പറഞ്ഞു തന്നു. സോ അത് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പക്കാ പെർഫെക്റ്റ് ഡെറിവേഷൻ ചെയ്യുന്ന ഒരാളായി, പ്രോ ലെവൽ, ന്യൂബ് ലെവൽ ടു പ്രോ ലെവലായി, പക്ക അല്ലേ? ഇനി നമ്മൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? നമ്മൾ ഇത് മാത്രമേ ചെയ്തുള്ളൂ. എന്ത്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണ്ടുള്ളൂ. നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ഈ വെക്ടറുമായിട്ട് റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളാണ് ഈ ഡയറക്ഷൻ പറയുന്നത്. ഈ ഒരു വെക്ടറുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എടുത്തു വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ നമ്മൾ ആദ്യത്തെ ആംഗിളിൽ തീറ്റ എന്ന് കൊടുത്തു, ഈ ആംഗിളിന് നമ്മൾ ആൽഫ എന്ന് കൊടുത്തു. ഈ ആൽഫയാണ് എന്ത്? ഈ ആൽഫ ഇത്ര ഡിഗ്രി ഉണ്ടാക്കുന്നു, റിസൾട്ടൻ്റ് ഇത്ര ഡിഗ്രി ഇതുമായിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വരക്കാലോ. ഈ റിസൾട്ടൻ്റ് ഇത്രയാണ്, നമുക്ക് എത്ര ആംഗിളിലാന്ന് പറഞ്ഞാൽ നമുക്ക് വരക്കാനാവില്ലല്ലോ. ഇതുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ടൻറ്റിന്റെ ഡയറക്ഷൻ കിട്ടിയില്ലേ? ഇപ്പോൾ ഈ റിസൾട്ടൻറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 40 ന്യൂട്ടൺ കിട്ടി. ഫോഴ്സിന്റെ റിസൾട്ടന്റ് പക്ക കിട്ടി. അത് ഫോഴ്സ് ഈ എക്സ് ആക്സിസുമായിട്ട് 25 ഡിഗ്രി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് വരച്ചൂടെ? 40 ന്യൂട്ടൺ 25 ഡിഗ്രി ഉണ്ടാക്കുന്നു. സോ എന്തായി? അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആയില്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നുള്ള ആംഗിളിനെ നമ്മൾ എന്താക്കി? ആൽഫ എന്ന് വിളിച്ചു. ഇതുമായി കേട്ടോ നമ്മൾ റിസൾട്ടൻ്റ് എഴുതി. സോ ആർ ഈസ് ഈക്വൽ ടു ഇത് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്താക്കി? അടിയിൽ കള്ളിയാക്കി. ഇതുവരെ പക്കായില്ലേ? ഇനി വെക്കുക. ടു ഫൈൻഡ് ഡയറക്ഷൻ എന്ന് എഴുതാം. ടു ഫൈൻഡ് ഡയറക്ഷൻ കൺസിഡർ ഏത്? കൺസിഡർ ട്രയാങ്കിൾ. ഞാൻ വൃത്തിക്ക് ഏതാ? ഇതൊരു കഷ്ടായി തന്നെയും കൊണ്ട്. ടു ഫൈൻഡ് ഡയറക്ഷൻ കൺസിഡർ, ഇങ്ങനെ തന്നെ ഇത് ആൻസർ ഷീറ്റിൽ. കൺസിഡർ ട്രയാങ്കിൾ PTS. അതിൽ ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്താ കാണണ്ടേ? ആൽഫ അല്ലേ കാണണ്ടേ? ആൽഫ കാണണേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ tan ആൽഫ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ടന്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കിട്ടി. നമുക്കിനി മാഗ്നിറ്റ്യൂഡ് കാണണ്ടേ? tan ആൽഫ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ tan എന്ന് വെച്ചാൽ എന്താ? tan തീറ്റ എന്ന് വെച്ചാൽ എന്താ? tan തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർവശം ബൈ സമീപവശ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാ. എന്ത് tan തീറ്റ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ ഈ ട്രയാങ്കിളിൽ? ഈ സാധനം അല്ലേ? എന്ത്? ബി സൈൻ തീറ്റ. സോ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബി സൈൻ തീറ്റ കിട്ടി. ബൈൻ തീറ്റ അല്ല, ബി സൈൻ തീറ്റ കിട്ടി. ഇത് പക്ക അല്ലേ? പക്കാണ്. അതിൻ്റെ ഈ അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? എ പ്ലസ് ബി കോസ് തീറ്റ. ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെയും ബീൻ്റെയും വാല്യൂ തീറ്റേൻ്റെ വാല്യൂയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? tan ആൽഫ കിട്ടും. അതാണ് എന്ത്? റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ നമുക്ക് എ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ ആംഗിൾ, ബി എന്ന് പറഞ്ഞ വെക്ടറും എ എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. സോ ഈ റിസൾട്ടന്റ് ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആൽഫ. ആ ആൽഫ കാണേണ്ട ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിന് ശേഷം ആൽഫേന്റെ വാല്യൂ എങ്ങനെ കിട്ടും? tan ഇൻവേഴ്സ് ഓഫ് ഇത്രയും സാധനം ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര 25 ഡിഗ്രിന്നോ 30 ഡിഗ്രിന്നോ 40 ഡിഗ്രിന്നോ ഇത്രയും സാധനത്തിന് റിസൾട്ടന്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്താ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കാണുന്നത്? ഇത് നിങ്ങൾക്ക് 5 മാർക്കിനൊക്കെ ഈ ഓൺ എക്സാമിന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 3ാമത്തെ ചാപ്റ്റർ വരാൻ എടുത്തിട്ടുണ്ടാവും, ഓൺ എക്സാമിന് അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഡെറിവേഷനായിട്ട് ഇത് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്താക്കുക? നിങ്ങൾ വൃത്തിക്ക് പഠിച്ചൂടെ? പക്ക അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് ന്യൂമറിക്കലിലേക്ക് പോയിക്കൂടാ. സോ ഇനി നമുക്ക് എന്താക്കാം? ന്യൂമറിക്കൽ പോയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഡ്രസ് ഒന്നും മാറി നോക്കണ്ട കേട്ടോ, ഓരോ തിരക്കിന്റെ ഇടയിൽ എടുക്കണതായോണ്ടാ. 2 vectors have magnitude 10 unit and magnitude 6 unit. 2 വെക്ടർ തന്നിട്ടുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്. The angle between them is 120 degree. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്, അടുത്ത വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദം 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ അല്ലേ? ഇതൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? ഫൈൻഡ് ആർ എന്ന് വെച്ചാൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചത്. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ഇക്വേഷൻ അപ്പം മൈൻഡിൽ ഓടി വരണം. ഏതായിരുന്നു? √(a² +
ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ഇതിൻ്റെ അകത്ത് എന്നാ നിങ്ങൾക്ക് തരാത്തത്? ഒന്നും തരാണ്ടില്ല, ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. ലൈക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ 10 സ്ക്വയർ, ബി സ്ക്വയർ എന്ന് വെച്ചാൽ 6 സ്ക്വയർ, 2 ഇൻറ്റു എ എത്രയാ 10 ഇൻറ്റു ബി എത്രയാ 6 ഇൻറ്റു കോസ് 120 ഡിഗ്രി. ഇതെന്താക്കുക, കാൽക്കുലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. അതെന്ന് വെച്ചാൽ റൂട്ട് ഇത്ര എന്ന് പറഞ്ഞ റിസൾട്ടന്റ് കിട്ടും. അതാണെന്ത് ഉത്തരം. ഇത്രയേ ഉള്ളൂടാ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടില്ലല്ലോ, നമ്മളെ ടൈം പോക്കണ്ടില്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് നമ്മൾ ഈസി ചെയ്തു. ഇനിയിപ്പോൾ അതിന്റെ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് വരുന്ന ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അങ്ങനെയല്ല, ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇഫ് വെക്ടർ എന്ന് വെച്ചാൽ 2 വെക്ടർ തന്നിട്ടുണ്ട്, അതിനെ സം ചെയ്തിട്ട് നമുക്ക് റിസൾട്ടന്റ് കിട്ടുമല്ലോ. രണ്ട് കൂട്ടി കഴിഞ്ഞാൽ റിസൾട്ടന്റ് കിട്ടുമല്ലോ. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്. 2 വെക്ടർ സം ചെയ്ത് കിട്ടുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിട്ട് കഴിഞ്ഞാൽ മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നല്ല അർത്ഥം. ഈക്വൽ ടു അതേ 2 വെക്ടർ, സെയിം വെക്ടർ തന്നെ കുറച്ചാൽ കിട്ടുന്നതിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമുക്കെന്ന കണ്ടീഷൻ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. ഈ ഒരു വെക്ടർ 2 കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ മാഗ്നിറ്റ്യൂഡും 2 വെക്ടർ തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ മാഗ്നിറ്റ്യൂഡും എന്ത് കിട്ടി? ഇങ്ങനെ ഈക്വൽ ആണ് കിട്ടി. അതിന് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ, അത് ആ 2 സെയിം വെക്ടറിന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, ഈ റിസൾട്ടന്റിന്റെ സാധനം അപ്ലൈ ചെയ്യുക. രണ്ടെണ്ണത്തിനെ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ മോഡുലസ് ആണല്ലോ ഈ വെക്ടർ ആർ എന്ന് പറയുന്നത്, അല്ലേ? ഇതും 2ന്റെയും മൈനസ് ഇതാ കിട്ടുന്നത് ഒരു റിസൾട്ടന്റ് അല്ലേ. ഇത് R1 എന്ന് പറഞ്ഞ റിസൾട്ടന്റ്, ഇത് R2 എന്ന് പറഞ്ഞ റിസൾട്ടന്റ്. പക്ക അല്ലേ? ഇങ്ങനത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ അല്ലേ? അല്ലേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതല്ലേ? അതേ സ്ഥാനത്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡോ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ്, ഞാൻ പറഞ്ഞു എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 2ab cos തീറ്റ മൈനസ് 2ab cos തീറ്റ. ഇത് പക്കാണോ? ഇനി നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈ ഐഡിയ നമുക്ക് കത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളാ. ഇത്ര മാത്രം നമ്മൾക്ക് ഐഡിയ കത്തി. ഇനി എന്താ, സാധാ മാത്തമാറ്റിക്കൽ സാധനം. ഇപ്പുറം സെയിം ആയിട്ട് റൂട്ടിലുകൊണ്ട് അതെന്താക്കാം, നമുക്ക് ഒഴിവാക്കാം. കാരണം ഇക്വേഷൻ്റെ അപ്പുറം സെയിം സാധനം ഉണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് ഒഴിവാക്കാം. അത് ഒഴിവാക്കി. ഇപ്പുറം എ സ്ക്വയർ ഉണ്ട്, അപ്പുറം എ സ്ക്വയർ ഉണ്ട്, അതും ഒഴിവാക്കി. ഇപ്പുറവും ബി സ്ക്വയർ ഉണ്ട്, ഇപ്പുറവും ബി സ്ക്വയർ ഉണ്ട്, അതും ഒഴിവാക്കി. എങ്ങനെ ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലസ് എ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ ആവും. അപ്പൊ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 അല്ലേ? അങ്ങനെ വെട്ടിപ്പോയി. ബി സ്ക്വയറിന്റെ ഇപ്പുറത്തേക്ക് പ്ലസ് ബി സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ ആവും. അപ്പൊ ഇക്വേഷൻ ഇപ്പുറം എന്താവും? പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും. അപ്പൊ അതെന്താ, അതും വെട്ടിപ്പോയി. അങ്ങനെയായിട്ടാ വെട്ടിപ്പോകുന്നത്. ഇങ്ങനെ ഈക്വലി കണ്ടാ അങ്ങനെ വെട്ടുന്നത് എന്ന് വെച്ചാൽ ചെയ്തുള്ള ശീലം കൊണ്ടിട്ടാ. ഇവിടെ 2ab cos തീറ്റ ഈക്വൽ ടു മൈനസ് 2ab cos തീറ്റ. ഈ മൈനസ് 2ab cos തീറ്റ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അപ്പൊ എന്താവും? 2ab cos തീറ്റ പ്ലസ് ആവൂലേ? മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവൂലേ? 2ab cos തീറ്റ. അതിങ്ങ് പോന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നും ബാക്കിയില്ല. അതിനർത്ഥം അവിടെ 0 ആണെന്ന്. 2ab cos തീറ്റ പ്ലസ് 2ab cos തീറ്റ എത്രയാ? സിമ്പിൾ, 4ab cos തീറ്റ ഈക്വൽ ടു 0. ഇനി ഇൻറ്റു 0 ഇൻറ്റു 4 അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആവും. എന്ന് വെച്ചാൽ ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആവും. 0 ഡിവൈഡ് ബൈ 4 എത്രയാ? 0 തന്നെ. അപ്പൊ അത് പോയി. പിന്നെ ഒരിക്കലും എന്തില്ല, ഈ കേസിൽ വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും 0 ആവില്ല. അല്ല, ബിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും 0 ആവില്ല. കാരണം 2 വെക്ടേഴ്സ് ഉണ്ട്, അതിന്റെ പ്ലസും അതിന്റെ മൈനസും റിസൾട്ടന്റ് എന്താ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഈ കേസ് 0 ആവില്ല. ഈ കേസിൽ എന്ത് മാത്രം 0? ഈ ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? എ ബിയും 0 ആവൂല. അപ്പോ കോസ് തീറ്റ എന്താകണം? മസ്റ്റ് 0 ആയാലല്ലേ ഇക്വേഷൻ ആവും. എന്ന് വെച്ചാൽ ഇപ്പോ എയും ബിയും 0 ആവില്ല. 1 ഇൻറ്റു 2, എ 1 ബി 2 വെച്ചോ. അങ്ങനെ വെച്ചോ. ഈക്വൽ ടു സംതിങ് ഈസ് ഈക്വൽ ടു 0. എന്തായിരുന്നു 0 അല്ലേ? 0 അല്ലേ? ഇതിനെ മൊത്തത്തിൽ ഇതിപ്പോ എ 1 ആണെന്നും ബി 1 ആണെന്നും നിങ്ങൾ ബി 2 ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്തോ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഈ സാധനം 0 ആണെന്നല്ലേ? യെസ്, ആ സാധനം 0 ആണെങ്കിലല്ലേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവും. സോ അതിനർത്ഥം കോസ് തീറ്റ എന്താണ്? 0 ആണ് എന്നർത്ഥം. കോസ് തീറ്റ 0 എന്ന കണ്ടീഷൻ ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു. സൈൻ 0 0, സൈൻ 90 1, കോസ് 0 1, കോസ് 90 ഈക്വൽ ടു 0. അപ്പൊ എന്താണ് കോസ് 90? തീറ്റന്റെ ഭാഗത്ത് എന്ത് വന്നാലാണ് 0 ആവുക? സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ?
90 ഡിഗ്രി. നമ്മളോട് ചോദിച്ചത് എന്താ? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അതിനർത്ഥം എന്താ? അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കിട്ടിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഈ വെക്ടർ എങ്ങനെ ഉണ്ടാവുന്നറിയോ? ഈ വെക്ടർ എങ്ങനെ ഉണ്ടാവുന്നറിയോ? ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ. എന്ത്? ഇതാണ് ബി എന്ന് പറഞ്ഞ വെക്ടർ. അതിന്റെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ സെയിം ആവുന്നതെന്ന്. ഒന്നുമില്ല, നമ്മൾ രണ്ടും ആഡ് ചെയ്തേ പാരലൽ ലോ വെച്ചിട്ടല്ല, കൂട്ടി നോക്കിയേ, നോക്ക് ഇങ്ങനല്ല പാരലൽ ലോ. ഇങ്ങനെയാണെങ്കിൽ സെയിം പോയിന്റ് ഡയഗണൽ വരച്ചാലാണ് അതിന്റെ റിസൾട്ടന്റ് ആയി എന്ത് കിട്ടുക? എ പ്ലസ് ബി കിട്ടുക. ഇനിയിപ്പോ എ മൈനസ് ബി എങ്ങനെയായിരുന്നു ചെയ്യാ? എ പ്ലസ് ഓഫ് മൈനസ് ബി അല്ലേ? അപ്പൊ ബി ഇതാണെങ്കിൽ മൈനസ് ബി എന്തായിരുന്നു? ഇതല്ലേ സെയിം മാഗ്നിറ്റ്യൂഡില്. ഇത് ബി ആണെങ്കിൽ ഇത് മൈനസ് ബി. ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ക അല്ലേ? അപ്പൊ മൈനസ് ബി എന്താ? നമ്മൾ ഇങ്ങോട്ടേക്ക് പാരലലിൽ ഷിഫ്റ്റ് ചെയ്താൽ ഇതാണ് മൈനസ് ബി. ഇതാണ് എന്ത്? മൈനസ് ബി. ഈ സാധനമാണ് മൈനസ് ബി. ഇനിയിപ്പോ മൈനസ് ബി പ്ലസ് ചെയ്തേ എങ്ങനെയാ ചെയ്യാ? ഇതിനെ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു വെക്ടർ, ഇതിനെ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ സെയിം പോയിന്റ് നിന്ന് ഡയഗണൽ വരച്ചു. സോ ഇതെന്തായി? വെക്ടർ എ മൈനസ് വെക്ടർ ബി അല്ലേ? ഇത് നോക്കിയേ, ഇതിന്റെ ഡയറക്ഷൻ അല്ലേ ഡിഫറെന്റ്? അതേ സ്ഥാനത്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബിന്റെയും എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേ? അതവിടെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ എന്റെ ബിന്റെ ഇടയിലുള്ള ആംഗിൾ മസ്റ്റ് ബി 90 ഡിഗ്രി. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് ലോജിക്കലി പറയുകയാണെങ്കിൽ, ഇത് മൊത്തത്തിൽ നമ്മൾക്ക് അനലിറ്റിക്കലി ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താടാ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത്രയും സിമ്പിളാ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവേ ഇല്ല. ബട്ട് ഇത് നമ്മൾ അടുത്ത ഫോമിലേക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറയാന്ന് വെച്ചതാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. If P is equal to 3i cap plus 4j അത് 5k cap and Q is equal to 2i cap plus 7j cap plus 2k cap, find P plus Q. ഇങ്ങനെ കാർട്ടീഷ്യൻ റെപ്രസെന്റേഷനിലാണ് വെക്ടർ തന്നെങ്കിൽ എങ്ങനെ നമ്മൾ സമയം എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെക്കാം. If A is equal to ax I cap plus ay j cap plus az k cap and B is equal to ബി എക്സ്, ഇത് ഒരു പൊതുവായിട്ടുള്ള നമ്മളൊരു കോമൺ ആയിട്ട് ചെയ്യാട്ടോ. ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ് ആണെങ്കിൽ എ പ്ലസ് ബി വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും അറിയോ നിങ്ങൾക്ക്? എ എക്സ് പ്ലസ് ബി എക്സ് ഐ ക്യാപ്പ്, ഇത് പൊതുവായിട്ടുള്ള ഒരു ഇക്വേഷൻ ആട്ടോ, പ്ലസ് എ വൈ പ്ലസ് ബി വൈ ജെ ക്യാപ്പ് അല്ല, ബി വൈ ജെ ക്യാപ്പ് ഉള്ളിലല്ല, ജെ ക്യാപ്പ് പുറത്ത്, പ്ലസ് എ സെഡ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ്. ഇത് ഞാൻ പൊതുവെ പറഞ്ഞാട്ടോ. ഈ ഇക്വേഷൻ എന്താക്കുക? ഇങ്ങനെ കള്ളിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടമാണ് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് ഒന്നുകൂടി ചെയ്തുകൂടെ? ഇനി ചെയ്തെടുത്തൂടെ? ഇതൊന്നുമില്ലടാ. ഇതാ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ പി പ്ലസ് ക്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? പിന്റെ എക്സിന്റെ അല്ല, പി എക്സിന്റെ ഈ ടേം എന്താ? എക്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ടേം അല്ലേ? ഈ ടേം പ്ലസ് ഇതിന്റെ ഈ ടേം സം ചെയ്യാം, എന്നിട്ട് ഐ ക്യാപ്പ് ഇടുക. 3 + 2 ഐ ക്യാപ്പ് പ്ലസ് അടുത്ത ഇതിന്റെ ജെ ക്യാപ്പിന്റെയും ഇതിന്റെ എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡായ സാധനം സം ചെയ്യാം. 4 + 7 എന്താ? ജെ ക്യാപ്പ് പ്ലസ് ഇതിന്റെതും സം ചെയ്യാം. എത്രയാ? 5 + 2 കെ ക്യാപ്പ്. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു എത്രയാ? 5 ഐ ക്യാപ്പ് പ്ലസ് ഇങ്ങനെ കാർട്ടീഷ്യൻ തന്നേട്ടാണോ? 7 + 2 11 ജെ ക്യാപ്പ് പ്ലസ് 7 കെ ക്യാപ്പ്. ഇതാണ് എന്ത്? പി പ്ലസ് വെക്ടർ പി പ്ലസ് ക്യൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് പി പ്ലസ് ക്യൂ പറഞ്ഞു, നമ്മൾ ചെയ്തു. ഈക്വേഷൻ വെച്ച് ചെയ്തു. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഇത് റെഡിക്ക് കൂട്ടുന്നേ കുറക്കുന്നേ അറിഞ്ഞാൽ മതി. ഈ ഇക്വേഷൻ ഞാൻ പൊതുവെ പറഞ്ഞെന്നുള്ളൂ. ഇതിന്റെ ഇതും കൂട്ടി എഴുതുക, ഇതിന്റെ ഇതും കൂട്ടി എഴുതുക, ഇതിന്റെ ഇതും കൂട്ടി എഴുതുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചെന്ത്? ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഈ പി പ്ലസ് ക്യൂ നമുക്ക് കിട്ടി. പിന്നെ ചോദിച്ചെന്താ? ആ പി പ്ലസ് ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കാർട്ടീഷ്യനിൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? റൂട്ട് ഓഫ് ഈ ടേമിന്റെ ഇതാ, അങ്ങനല്ലേനോ? ax² പ്ലസ് ay² പ്ലസ് az² അല്ലേനോ? ഇങ്ങനെയാന്ന് തന്ന്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണുക? ഇങ്ങനെ റൂട്ട് ഓഫ് a². നമ്മൾ ഇക്വേഷൻ പഠിച്ചു മാഗ്നിറ്റ്യൂഡ് കാണുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി പ്ലസ് ക്യൂ ഇങ്ങനെ എഴുതിക്കൂടെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് പി പ്ലസ് ക്യൂന മോഡുലസ് ഇട്ടിട്ട് എത്രയാ? റൂട്ട് ഓഫ് എത്രയാ?
5 സ്ക്വയർ പ്ലസ് ഇതെത്രയാ 11 സ്ക്വയർ പ്ലസ് ഇതെത്രയാ 7 സ്ക്വയർ. ഇതെത്ര കിട്ടും 25 പ്ലസ് 121 പ്ലസ് 49. ഇതെന്താക്കുക നിങ്ങൾ കൂട്ടി എഴുതി കഴിഞ്ഞാല് ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്താ ഇത്രയേ ഉള്ളൂ. എന്ത് ഇതിൽ നിന്ന് വരുന്ന സിമ്പിളും മോസ്റ്റ് ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയും ചെയ്തിട്ട് നമുക്ക് എന്താക്കാം അടുത്തയിലേക്ക് പോവാം. സോ അതിലേക്ക് പോയിക്കൂടാ. മേക്കട്ടെ കഥ കേട്ട് പഠിക്കണുണ്ടല്ലോടാ നിങ്ങള് നല്ലോണം പഠിക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഞാൻ അയക്കില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ആയ വെക്ടർ പി ഈസ് ഈക്വൽ ടു 6i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. വെക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 3i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. ഫൈൻഡ് പി പ്ലസ് ക്യൂ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് ചെയ്തുകൂടാ. പി പ്ലസ് ക്യൂ എങ്ങനെയായിരുന്നു കാണുക? പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു കാണുക? കാർട്ടീഷ്യൻ തന്നാല് ഇത് പ്ലസ് ഇതല്ലേ, എങ്ങനെ തന്നെ എഴുതണം? 6 പ്ലസ് മൈനസ് 3. ഇത് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. 6 പ്ലസ് മൈനസ് 3i ക്യാപ്പ് പ്ലസ് ഇത് പ്ലസ് ഇതല്ലേ, അത് എത്രയാ? മൈനസ് 2 പ്ലസ് 5j ക്യാപ്പ് പ്ലസ് ഇത് പ്ലസ് ഇതല്ലേ. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും അതിനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. എങ്ങനെയാ? 5 പ്ലസ് 2k ക്യാപ്പ്. സിമ്പിൾ അല്ലടാ. ഇതെത്രയാ? 3i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 7k ക്യാപ്പ് എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടിയില്ലേ? പി പ്ലസ് ക്യൂ കിട്ടിയില്ലേ? പി പ്ലസ് ക്യൂ ആയ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി എന്നാ ചോദിച്ചത്? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു എന്താ? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3ന്റെ സ്ക്വയർ 9 പ്ലസ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 49. 9 9 18 49 റൂട്ട് 68. സിമ്പിൾ. ഇത്രേ ഉള്ളൂടാ എന്ത് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക? ഇതാ വെക്ടർ പി ഈസ് ഈക്വൽ ടു മൈനസ് 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ്. വെക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. ഫൈൻഡ് പി പ്ലസ് ക്യൂ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇത് ആര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എവിടെ ചെയ്യും? കമന്റ് ബോക്സിൽ ചെയ്യും. ചെയ്യൂലേ? സ്വന്തമായിട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. അഥവാ നിങ്ങൾ ശരിയാണെങ്കിൽ തെറ്റിയവർക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾ എന്താക്കുക? ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടலாம். അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും നേരം എന്ത് തന്നു? വാല്യൂസ് തന്നു. അത് സം ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റിസൾട്ട് എന്ത് കാണാം. ഇതുപോലത്തെ ബേസിക്സ് ആയിട്ട് ഇത് ബേസിക്സ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഈ ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. എന്താ ചെയ്യുക? ഇതെന്തിനാ ഗ്യാപ്പ് ഇട്ട്? യെസ്, നമുക്ക് എന്താക്കാം? ഇവിടെ നിങ്ങളെ പേരോ എൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളെ സാറിൻ്റെ പേരോ ഒന്നും പോയി എഴുതി കൊടുക്കണ്ട കേട്ടോ. വെറുതെ നോട്ട് നോക്കുമ്പോൾ കാണണ്ട. ഞാനിപ്പോൾ ആരെ പേര് എഴുതുന്നു? ഞാനിപ്പം യെസ്, നമ്മളെ കില്ലാടിക്കുട്ടൻ runs 5 meter per second east and takes a turn to north and continues 5 meter per second. Find the change in velocity of കില്ലാടിക്കുട്ടൻ. യെസ്, കില്ലാടിക്കുട്ടൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിക്കോ. ഓപ്ഷൻ എ ഇത് തന്നിക്ക്, ഓപ്ഷൻ ബി ഇത് തന്നിക്ക്, ഓപ്ഷൻ സി ഇത് തന്നിക്ക്, ഓപ്ഷൻ ഡി തന്നിക്ക്. ഇതൊക്കെ ഒരുപോലുണ്ട് ഇതല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ബട്ട് എന്ത് നോക്കണം? ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ നോക്കണം. വെലോസിറ്റി അല്ലേ, ഡയറക്ഷൻ ഉണ്ട്. സോ നമുക്ക് എന്താ ചെയ്യാം? ആദ്യം ഇത് വരക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, വെസ്റ്റ്. കില്ലാടിക്കുട്ടൻ റൺസ് 5 meter per second in east direction. 5 meter per second in east direction. വരച്ചു. And takes a turn north and continues 5 meter per second. പെട്ടെന്ന് നോർത്തിലേക്ക് എന്താക്കി? ഇങ്ങോട്ടേക്ക് പോയത് പെട്ടെന്ന് നോർത്തിലേക്ക് എന്താക്കി? 5 meter per second തന്നെ നോർത്തിലേക്ക് തിരിഞ്ഞു. ഇതുവരെ പക്ക അല്ലേ? ക്വസ്റ്റ്യൻ തന്നു. നമ്മളോട് എന്താ ചോദിച്ചത്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാ. ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ പഠിച്ചു. എന്ത്? സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ? ഡെൽറ്റ വി അഥവാ
ഡെൽറ്റ വി എന്താ ചേഞ്ച് വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് ചേഞ്ച് വെലോസിറ്റി വെക്ടറാ. എന്താ ഫൈനൽ വെലോസിറ്റി അഥവാ v2 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി v1 അല്ലേ, v1 അല്ലേ. ഇത് പക്ക അല്ലേ, പക്കാണ്, ഇത് പക്ക അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടണം, എന്ത് കിട്ടണം, എന്ത് കിട്ടണടാ, എന്ത് കിട്ടണം, ഇതിന്റെ ഇത് കിട്ടണം. എന്ത് v2 മൈനസ് v1നെ നമ്മൾ എങ്ങനെയായിരുന്നു വെലോസിറ്റീസ് മൈനസ് ചെയ്യുക, വെക്ടർ എങ്ങനെയായിരുന്നു മൈനസ് ചെയ്യുക, വെലോസിറ്റി പ്ലസ് മൈനസ് v1 അല്ലേ ചെയ്യുക, ഇങ്ങനെ അല്ലടാ ചെയ്യുക, ഇങ്ങനെ അല്ലായിരുന്നോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ a പ്ലസ് ബി എങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ a മൈനസ് ബി എങ്ങനെയായിരുന്നു കാണുക, a പ്ലസ് ഓർ a മൈനസ് ബി എങ്ങനെയായിരുന്നു കാണുക, a പ്ലസ് ഓഫ് മൈനസ് ബി എന്നല്ലേ. അതുപോലെ v2 മൈനസ് v1 എങ്ങനെയാണ്, വെക്ടർ v പ്ലസ് ഓഫ് മൈനസ് v1. ഇത് പക്ക അല്ലേ, ഇത് പക്കാണ്. ആൻഡ് നമുക്ക് ഈ ഫിഗറിലേക്ക് പോവാം. ഈ ഫിഗറിലേക്ക് പോകുമ്പോൾ ഇതല്ലേ v1 എന്ന് വെച്ചാൽ ഫസ്റ്റ് വെലോസിറ്റി, ഇതല്ലേ ഫൈനൽ വെലോസിറ്റി ആയ v2. ഇത് പക്ക അല്ലേ, പക്കാണ്. v1 ഇങ്ങനെയാണെങ്കിൽ മൈനസ് v1 എങ്ങനെയായിരുന്നു, ഇതിന്റെ ഏറോ മാർക്ക് എടുക്കുക, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായി, മൈനസ് v1 ആയി. നമ്മൾ ഓൾറെഡി പഠിച്ച ബേസിക്സ്, അതായത് പറഞ്ഞ ബേസിക്സ് ആണെന്ന്. സോ ഇതിനെ ഏറോ മാർക്ക് മാറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇതെന്തായി, മൈനസ് v1 ആയി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടാന്ന് കണ്ടുപിടിച്ചൂടെ. കാരണം വെച്ചാൽ ഇതെന്താ ഒരു ഇതിന്റെ ടെയിൽ ടു ടെയിൽ ആണ് കണക്ട് ചെയ്തത്. ഇതെന്താക്കാം, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എന്ത് കിട്ടും, ഒരു പാരലലോഗ്രാം കിട്ടും. ഇനി സെയിം പോയിന്റ് ടെയിൽ ടു ടെയിൽ കണക്ട് ചെയ്ത് സെയിം പോയിന്റ് ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അതിന്റെ റിസൾട്ടന്റ് ആയ v2 പ്ലസ് മൈനസ് v1 എന്ന് പറഞ്ഞ സാധനം കിട്ടും. എന്ന് വെച്ചാൽ v2 മൈനസ് v1 കിട്ടി. ഇതിന്റെ ഡയറക്ഷൻ ഏതാ, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. ഈ ഡയറക്ഷൻ ഏതാ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സോ നമ്മൾ ഇക്വേഷനിൽ നോക്കുക, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. സോ നമുക്ക് ഉത്തരം ഓൾറെഡി കിട്ടി. ബട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കൂടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. എല്ലാ ക്വസ്റ്റ്യൻ്റെ അതും ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് സെയിം കൊടുക്കണം എന്നില്ല. സോ ഏതാണ് കണ്ടുപിടിക്കുന്നത് കൊടുക്കണം. അല്ലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വെച്ചോ, 5√3 നോർത്ത് വെസ്റ്റ് എന്നാ തന്നേന്ന് വെച്ചോ. അപ്പൊ നോർത്ത് വെസ്റ്റ് രണ്ട് ഡയറക്ഷൻ ഉണ്ട്. സോ അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചോ. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് അല്ലേ ഈ തന്നത്. ഈ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എ എന്ന് ബി എന്ന് പറഞ്ഞ വെക്ടർ തന്നു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു a² പ്ലസ് p² പ്ലസ് 2ab cos θ. ഇവിടെ തന്നെ എ എന്ന് പറഞ്ഞ വെക്ടർ ഏതാ, v1 എന്ന് പറഞ്ഞ വെക്ടറാ. v1 എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ, 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ v2 മൈനസ് v1 ആയതുകൊണ്ട് റിസൾട്ടന്റ് എന്താ, √v1² പ്ലസ് v2² മൈനസ് ആ വരിക. കാരണം v2 മൈനസ് v1 അല്ലേ. അപ്പൊ അതെന്താ 2v1 v2 cos θ മൈനസ് ആ വരിക കേട്ടോ. ഇവിടെ മൈനസ് ആട്ടോ വരിക. കാരണം ഇവിടെ a മൈനസ് ബി എന്നുള്ള ഫോമാറ്റ് ഇല്ല. a മൈനസ് ബി എന്നുള്ള ഫോമാറ്റ് ആകുമ്പോൾ റിസൾട്ട് എന്താ എങ്ങനെ, ഇവിടെ v2 മൈനസ് v1 ആ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ എങ്ങനെയാ, v1² പ്ലസ് v2² മൈനസ് 2v1 v2 cos θ. θ എന്താ ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ v1 ആൻഡ് v2. v1 ആൻഡ് v2ന്റെ ആംഗിൾ എത്രയാ, 90 ഡിഗ്രി. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റി, ഈസ്റ്റിലേക്ക് പോയി നോർത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ആംഗിൾ എത്രയാ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയ റൈറ്റ് ആംഗിൾ അല്ലേ, 90 ഡിഗ്രി. v1 എത്രയാ, v1 5, v2 എത്രയാ, v2 5. ഇനി ഇക്വേഷൻ അത് കൊടുത്തൂടെ, യെസ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു √v1² എത്രയാ, 5² v2² എത്രയാ, 5² മൈനസ് 2 × 5 × 5 × cos 90. ഞാൻ നിങ്ങളോട് പറഞ്ഞു sin 0 0 cos 0 1 sin 90 0 sin 90 1 cos 90 0. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. sin 0 0 എന്ന് മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ cos 0 1. ഇനി sin 0 0 ആയതുകൊണ്ട് sin 90 1 കൊടുക്കുക, cos 90 0 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും സാധനം എന്തായി, 0 ആയി. ഇനി നമുക്ക് ആകെയുള്ളൂ എന്താ 5² പ്ലസ് 5² എത്രയാ, 25 പ്ലസ് 25 50. ഇത്രയേ ഉള്ളൂ എന്താ ഇത്. അപ്പൊ 50നെ നമുക്ക് എങ്ങനെ മാറ്റാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ 50 തന്നിട്ടില്ല. 50നെ എങ്ങനെ മാറ്റാം, 2 × 25 എഴുതാം. എന്ന് വെച്ചാൽ √2 × ഇവിടെ കാണുമോ ഇല്ല. എന്ന് വെച്ചാൽ ഇതിനെങ്ങനെ എഴുതാം, √2 × √25 എന്നാക്കാം. അപ്പോൾ √25 എത്രയാ, 5. അപ്പോൾ 5 × √2 5 √2.
അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇങ്ങനെ റൂട്ട് 15 തന്നിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ ഇങ്ങനെയാണ് 5√3 5√2. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം, ഇങ്ങനെ സിമ്പിളിഫൈ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ സിമ്പിളിഫൈ ചെയ്തു. അപ്പൊ ഉത്തരം ഏത് കിട്ടി? ഇത് കിട്ടിയില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേടാ? ഇതൊന്നും ഡിഫിക്കൽട്ട് അല്ല, ഇത് ചെയ്ത് തന്നെ പഠിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തിൽ സോറി ചോദിക്കുകയാണ്. എന്തിനാന്നല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇതെന്തായടാ ലെങ്ത് ആയി. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലെങ്ത് ആയ വീഡിയോ 1.5 മണിക്കൂർ എന്ന് വെച്ചാൽ ഏകദേശം 8 GB വരുന്നുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 4-5 മണിക്കൂർ എടുക്കുന്നത്. സോ എനിക്ക് നാളെ, നിങ്ങൾക്കറിയാലോ എനിക്ക് നാളെ എവിടെ പോകണം? ഞാൻ പോവാണ്, കേരളം വിട്ട് പോവാണ്. സോ എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം എന്താക്കുക, എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. സോ നമുക്ക് അത് അടുത്ത പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ സബ്സ്ട്രാക്ഷൻ അല്ല വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആയ സ്കേലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും ഒക്കെ എങ്ങനെ എടുക്കുക, അടുത്ത പാർട്ടായിട്ട് എടുക്കുക. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ എവിടെയും പോകണ്ട, നിങ്ങൾ നേരെ പോയി അത് കാണുക. ഞാൻ ഇന്നേക്ക് ടാറ്റ പറയുന്നു. ടാറ്റാ. അത് പോയി കാണും, നിങ്ങൾ എവിടെയും പോകല്ലോ കേട്ടോ, അത് പോയി കാണും.